കാരണം ഇത് അന്നനാളമാണ്. കണ്ട ഇത് കണ്ട മുറിഞ്ഞിട്ടുണ്ട്. അന്നനാളം ഇതാണ് അന്നനാളം. കണ്ട ഇത് അന്നനാളം കാണുന്നുണ്ടോ? ഇത് അന്നനാളം മുറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെങ്കിലും മുറിഞ്ഞോളും. പക്ഷെ ഈ ശ്വാസനാളം ഇതാണ് ശ്വാസം വിടുന്ന സാധനം. കണ്ട കണ്ട ഇത് ശ്വാസനാളം. ഈ ഞരമ്പ് പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത്. പ്ലാസ്റ്റിക് പോലെ. ഇത് കത്തി ശകല മൂർച്ചക്കുറവാണെങ്കിലും ഇത് മുറിയത്തില്ല. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. സൈഡിലോട്ട് അങ്ങനെ മാറിയിരിക്കും. അപ്പൊ ഈ ശ്വാസനാളം മുറിയാതിരുന്നാൽ ചത്ത കോഴിയെ പോലെയാണ്. അപ്പൊ ഇതാണ് ശ്വാസനാളം അന്നനാളം. രണ്ട് നാളങ്ങളാണുള്ളത്. ഒന്ന് ശ്വാസനാളമാണ്, രണ്ട് നാളമാണുള്ളത്. ഒന്ന് ശ്വാസനാളമാണ്, ഒന്ന് അന്നനാളമാണ്. ഇത് ശ്വാസനാളം. കണ്ട ഇതാണ് ശ്വാസം വിടുന്ന സ്ഥലം. ഇതുവഴിയാണ് ശ്വാസം വിടുന്നത്. അപ്പം ഇതിന്റെ താഴെ വെച്ചാണ് മുറിയേണ്ടത്. ഇതിന്റെ താഴെ വെച്ചാണ് മുറിയേണ്ടത്. ഒരു കൈ കൊണ്ട് അറക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പല സമയത്തും ഇത് മുകളിൽ നിന്ന് മുറിയും. മുകളിൽ നിന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം ശ്വാസനാളം മുറിഞ്ഞിട്ടില്ല. രണ്ട് ഷർത്താണ്. ഒന്ന് അന്നനാളം മുറിയണം, അത് മുറിഞ്ഞിട്ടുണ്ട്. ശ്വാസനാളം മുറിയണം. ശ്വാസനാളം നാളെ ഇരിക്കുന്നേ ഉള്ളൂ, മുറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ അന്നനാളവും ശ്വാസനാളവും രണ്ടും ഒരുപോലെ മുറിഞ്ഞില്ല എങ്കിൽ ഇത് ചത്ത കോഴിയെ പോലെയാണ്, കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടിച്ച് കാണിക്കാം. ഇതുപോലെ ഇതിങ്ങനെ മുകളിൽ വായുടെ ഭാഗത്തേക്ക് ഇത് വരണം. ഇത് വായുടെ ഭാഗത്തേക്ക് വരണം. ഇതിന്റെ താഴെ വെച്ചാണ് മുറിയേണ്ടത്. മുകളിൽ വെച്ച് മുറിഞ്ഞാൽ ഇത് പിന്നെ ചത്തതുപോലെയാണ്. അതുകൊണ്ട് ഇത് ഒരു കൈ കൊണ്ടുള്ള മുറിച്ചുള്ള ഈ പരിപാടി നിർത്തി രണ്ടുപേര് പിടിച്ചിറക്കുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പാണ്, നമുക്ക് സംശയിക്കേണ്ട, കഴിക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല. ഇത് ഇപ്പൊ ചത്ത കോഴിയാണ്. ഇതിപ്പോ ആരും കൊടുക്കാനും പറ്റത്തില്ല. ഇത് കുഴിച്ചിടാനേ പറ്റുള്ളൂ. ഇതിന്റെ കാശ് ഞാൻ തരാം. അപ്പൊ ഇത് പിന്നെ ഇത് കണ്ടില്ലേ, ശ്വാസനാളം ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ മുറിയണം. ഇതുപോലെ ഇരിക്കണം. മുറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുറിഞ്ഞാലേ കഴിക്കാൻ പറ്റും. ഈ സാധനം ഈ മുകളിലോട്ടിരിക്കണം. ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഈ സാധനം അങ്ങോട്ട് പോകണം. ഇങ്ങനെ മുറിഞ്ഞാലേ കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് ചത്ത ഫലത്തിലാണ് നമ്മൾ കഴിക്കുന്നതെല്ലാം ഈ ഹറാമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേര് പിടിച്ചെടുക്കുക എന്നുള്ളൊരു നിർബന്ധമായ ബാധ്യതയാണ്. കാരണം പല സ്ഥലത്തും ഇതുപോലെ നമ്മൾ പല സ്ഥലത്തും പോയി മുറിച്ച് നോക്കിയതെല്ലാം ഇതുപോലെ മുറിഞ്ഞിട്ടില്ല. പിന്നെ ചിലതൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അധികവും ഇതുപോലെ മുറിയാതെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ രണ്ടുപേര് പിടിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ നിർബന്ധമാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളിത് ഈ കാര്യത്തിന് ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇതിനകത്ത് ഇപ്പോൾ രണ്ടുപേര് നിർത്തുന്നു എന്നുള്ളതിന്റെ പേരിൽ ചെറിയൊരു നഷ്ടം നമുക്ക് സംഭവിച്ചാലും യഥാർത്ഥത്തിൽ ഇതിനകത്ത് അള്ളാഹുത്തിന് അതിന്റെ ലാഭം അള്ളാഹു തരും. കാരണം ഇത് നമ്മളൊരു ഹലാലായ കാര്യം ആളുകൾക്ക് ഹലാലായ നിലയിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇത് ഹറാമ് തീറ്റിക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയ ശിക്ഷയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഹലാല ഇപ്പൊ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നത് ഇത് ഹറാമായ കച്ചവടമായി പോയി. കാരണം ഹറാമായ നിലയിൽ കൊടുത്ത് ഹറാമായ കച്ചവടം ഹറാമായ പൈസയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ വന്നാൽ അതിനകത്ത് ആ പൈസയിൽ നമ്മൾ പറക്കത്തില്ല. കാരണം നമ്മൾ ആ നഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒന്നല്ലെങ്കിൽ വേറൊരു കോലത്തിൽ ആ പൈസ മൊത്തം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. അപ്പൊ ഇതുപോലെ നമ്മൾ രണ്ടുപേര് പിടിച്ചിറക്കുന്ന ഒരു കോലം എല്ലാ കടകളിലും ആക്കുന്നതിന് വേണ്ടി നമ്മളൊന്ന് പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.